തന്നെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സുഹൃത്തുക്കളെ, ജലീലിന്റെ വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ജലീലിനെതിരെ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ. ചെയ്ത കുറ്റം കുട്ടികളെ തിരുത്തി, ചെയ്ത കുറ്റം കുട്ടികളെ ചെവി ഒന്ന് പിടിച്ചു തിരിച്ചു. അതും അവർക്ക് വേദനിക്കത്തക്ക രീതിയിൽ പിടിച്ചു തിരിച്ചിട്ടില്ല. ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതൊക്കെയാണ് ആ ഒരു കുട്ടികളുടെ മാനസിക നിലയെ അത് ബാധിച്ചു. അധ്യാപകൻ എന്ന രീതിയിൽ ജലീൽ ചെയ്ത് ശരിയായില്ല എന്ന രീതിയിലൊക്കെയാണ് ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇദ്ദേഹം ചെയ്തത്, പരസ്യമായി ചെയ്തത് മാനസികമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊതുവേദിയിലേക്ക് വരുവാനും മറ്റൊക്കെ ഇവർക്ക് മടിയുണ്ടായിരിക്കാം. പക്ഷേ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒരാൾ പോലും KT ജലീലിനെതിരെ പരാതിയുമായി പോയിട്ടില്ല. ഒരു കുട്ടി പോലും പറഞ്ഞിട്ടില്ല അതെന്നെ മാനസിക ബാധിച്ചു, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഞങ്ങളെ മാഷ്മാർ പറഞ്ഞു തരുന്ന പോലെ തന്നെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാണ് ഇന്നലെ ആ ഒരു കുട്ടികൾ നമ്മുടെ ചാനലുകളോട് പറഞ്ഞത്. ചാനലുകളാണെങ്കിൽ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ഇവർക്കെതിരെ ഒരു കുറ്റം ചാർത്തി കിട്ടാൻ വേണ്ടിയിട്ട് കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് തോന്നിയില്ല, സ്കൂളത്തെ സാർമാര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഇന്നലെ എന്ത് അവാർഡ് വാങ്ങി? ഇതാണ് ആ കുട്ടികൾ പറഞ്ഞത്. അപമാനമായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല സ്കൂളത്തെ മാഷ്മാര്. ഇനി ജലീൽ ഇന്ന് കാണിച്ചൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പരിഹസിക്കുക എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗുകാരെ പരിഹസിച്ച് കൊളമാക്കുക എന്നുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വരുമ്പോ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോ വെറുതെ ഞാൻ ചെവിക്ക് വെറുതെ പിടിക്കാറുണ്ട്, അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആ കുട്ടിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ട് ശരി, ഇനി അങ്ങനെ ഫീൽ ചെയ്തിട്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്നാണ്. ഇനിയാണ് ലീഗുകാരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ജലീൽ മാറുന്നത്. സത്യം, പരിഹസിച്ച് പണ്ടാറടക്കുകയാണ്, അത് കേൾക്കന്നെ വേണം. ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ, അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോ കാരളം എന്നായത്? ഈ കഴിഞ്ഞ ആർക്കെതിരെയാണ്? കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ്. കേരളം എന്ന് എഴുതിയതാ ഒരു മന്ത്രിയാണ്, അത് എഴുതിയത് കാരളം എന്നാണ്. അതും തെറ്റാണ്, കാരളം എന്നാണ് അത് എഴുതിയത്. ശരി, 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂൾ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോ കാരളം എന്നായത്? അതുപോലെ തന്നെ 9332 എന്നുള്ളതിന് പകരം 9332 എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ശരി, അവിടെ കിടക്കട്ടെ. ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണോ? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? ആണോ? അല്ല, ഇനിയുണ്ട്. 15/5/2026 എന്ന ഡേറ്റ് നമ്മൾ ആരെങ്കിലും അക്കത്തിൽ പറയാറുണ്ടോ? അതും പറഞ്ഞു. 15 ലക്ഷത്തി മയ കുയി പുയ അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നത് കൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെ പോലെ ഇങ്ങനെ. സുഹൃത്തുക്കളെ, ഈ പറയുന്ന മുഴുവൻ നമ്മുടെ UDF മന്ത്രിസഭയിലെ ലീഗിന്റെ പ്രതിനിധികളോടാണ്, MLA ആയിട്ടും മന്ത്രിയായിട്ടും മാറുള്ള ആളുകളോടാണ് സത്യം പറഞ്ഞ ജലീൽ പരിഹസിക്കുന്നത്. പ്രാദേശിക ഭാഷയെ പരിഹസിക്കുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ ആയുധമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നാത്ത വേദനകൾ രാഷ്ട്രീയ ആയുധമായി എടുത്തിട്ട് എന്തുകൊണ്ട് ലീഗിനെതിരെ തിരിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞാപ്പയ്ക്ക് ദേഷ്യം ഉണ്ടായിരിക്കും. കാരണം കുഞ്ഞാലിക്കുട്ടിയെ അത്രയ്ക്ക് ഗംഭീരമായിട്ട്
അതിഭീകരമായി രാഷ്ട്രീയ ചരിത്രത്തിൽ തോൽപ്പിച്ച മനുഷ്യന്റെ പേരാണ് ജലീൽ. ആ ഒരു ദേഷ്യം തീരാത്തോണ്ട് തന്നെ എന്താ പറയുക, അതുകൊണ്ടരിച്ചും തീരാത്തവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ പാട്ട് കവിത പോലൊക്കെ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പരിഹാസം തുടരട്ടെ അല്ലേ. ബൈ.